Today നമ്മൾ പോയിന്റിംഗ് തിയറത്തിന്റെ പ്രൂഫ് ആണ് പഠിക്കാൻ പോകുന്നത്. പോയിന്റിംഗ് തിയറം. Okay. For that we have already know pointing vector P is equal to E cross H ആണ്. That is the cross product of electric field intensity and magnetic field intensity. ഇനി യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. VA per volt ampere per meter square or watt per meter square എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Okay. So, ഈ പോയിന്റിംഗ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് that is the vector product of electric field intensity and magnetic field intensity at any point. Okay, that is a measure of rate of energy flow per unit area. That is a measure of rate of energy flow per unit area. ആണ് അതിന്റെ ഡയറക്ഷൻ പറയുന്നത് നമുക്കറിയാം. ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഈ വെച്ചുള്ള പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് പവർ ഫ്ലോ. ഈ പവർ ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇ ആൻഡ് എച്ച് ആണ്. ഓക്കെ, നമ്മൾ റേറ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? പവർ ആണ്. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. പെർ ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇതാണ് പോയിന്റിംഗ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. നമ്മളതിന്റെ പ്രൂഫ് നോക്കാണ്. പ്രൂഫ് നോക്കാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രം ആംപെയർ സർക്യൂട്ട് അല്ലോ നമുക്കറിയാം. ഓക്കെ, മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രം ആംപെയർ സർക്യൂട്ടിൽ എന്തായിരുന്നു? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു എന്താണ്? കറന്റ് ഡെൻസിറ്റി ആണ്. ഇവിടെ കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി JC ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി ഞാൻ ഡോ ഡി ബൈ ഡോ ടി ആണ്. ആ ഇക്വേഷൻ വെച്ച് ഇതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഇനി ഇതിന്റെ പ്രൂഫ് പഠിക്കാൻ എച്ച് മാത്രം പോരാ, ഇയും കൂടെ വേണം. അതുകൊണ്ട് ഞാൻ ഈ വെച്ച് രണ്ട് സൈഡ് ഡോട്ട് ചെയ്യുന്നു. ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ഇ ഡോട്ട് JC പ്ലസ് ഇ ഡോട്ട് ഡോ ഡി ബൈ ഡോ. സെക്കൻഡ് ഇക്വേഷൻ ആണ് എടുക്കുന്നു. ഞാൻ ഒരു വെക്ടർ ഐഡന്റിറ്റി എടുക്കുന്നു. ആ വെക്ടർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഡെൽ ഡോട്ട് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് ഫസ്റ്റ് എ ഡോട്ട് ഡോട്ട് ആണ് ഡെൽ ക്രോസ് ബി ആണ്. ഈ വെക്ടർ ഐഡന്റിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടു കൊടുക്കുന്നു. ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ എന്താ വരിക? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ട് കൊടുക്കുമ്പോ വരുന്നെന്ന് പറയുന്നത് സെക്കൻഡ് വെക്ടർ എച്ച് ഡോട്ട് ഡെൽ ക്രോസ് സി മൈനസ് ഫസ്റ്റ് വൺ ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച്. അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ മാറി. ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ചിനെ ഞാൻ എച്ച് ഡോട്ട് ഡെൽ ക്രോസ് സി മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് എഴുതി. റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ എഴുതും. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഇ ഡോട്ട് JC പ്ലസ് ഇ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി. ഇതിന്റെ തേർഡ് ഇക്വേഷൻ ആണ്. ഈ തേർഡ് ഇക്വേഷനിൽ ഞാൻ ഡെൽ ക്രോസ് സി, നമുക്കറിയാം മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രം ഫാരഡേസ് ലോ പറഞ്ഞത് എന്താ? ഡെൽ ക്രോസ് സി ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണെന്നാണ്. അതെനിക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ഞാൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ എന്താ വരിക? എച്ച് ഡോട്ട് ഡെൽ ക്രോസ് സിക്ക് പകരം മൈനസ് ഡോ ബി ബൈ ഡോ ടി മൈനസ് ബാക്കിയല്ല അതുപോലെ ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് JC പ്ലസ് ഇ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി. ദിസ് ഇസ് മൈ ഫോർത്ത് ഇക്വേഷൻ. ഓക്കെ, ഇനി ഫോർത്ത് ഇക്വേഷനിൽ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, ഡി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. രണ്ടിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കയ്യിലുണ്ട്. ബി എന്ന് പറയുന്നത് എന്താ? മ്യൂ എച്ച് ആണ്. ഡി എന്ന് പറയുന്നതോ ഡി ഇസ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ ആണ്. കാരണം എനിക്ക് ബിയും ഡിയും ഒന്നും വേണ്ട ഇക്വേഷനിൽ, എനിക്ക് ഇ ക്രോസ് എച്ച് ആണുള്ളത്. അപ്പൊ ഇയുടെയും എച്ചിന്റെയും ടേംസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. മൈനസ് എച്ച് ബിക്ക് വരെ മ്യൂ എച്ച് കൊണ്ട് കൊടുക്കണം. മ്യൂ കോൺസ്റ്റന്റ് ആണ്. മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി വരും. മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈക്വൽ ടു ഇ ഡോട്ട് JC പ്ലസ് ഇവിടെ ഡിക്ക് വരെ എപ്സിലോൺ ഇ കൊണ്ട് കൊടുക്കുക. എപ്സിലോൺ കോൺസ്റ്റന്റ് ആണ്. സോ എപ്സിലോൺ ഇൻറ്റു ഇ ഡോട്ട് ഡോ ഇ ബൈ.
ഇതിന്റെ ഫിഫ്ത് ഇക്വേഷൻ ആണ്. ഇനി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു അപ്രോക്സിമേഷൻ ചെയ്യുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാല് എനിക്ക് ഡോ ബൈ ഡോട്ട് ടി ഓഫ് ഇ ഡോട്ട് ടി അല്ലെങ്കിൽ ഇ ഇൻറ്റു ഇനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫസ്റ്റ് എന്ന് എഴുതാലോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇ, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്നാണ് ഡോ ഇ ബൈ ഡോ ടി. അതുപോലെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾസോ ഇ ആണ്, ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി എന്ന് എഴുതാൻ പറ്റും. അപ്പോ അതിന് ഞാൻ ചെറിയ താഴോട്ട് എഴുതുന്നേ. നമുക്കറിയാം ഡോ ബൈ ഡോ ടി ഓഫ് ഇ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ അല്ലേ. അപ്പൊ ഡോ ഇ സ്ക്വയർ ബൈ ഡോ ടി അല്ലേ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇത് രണ്ടും സെയിം അല്ലേ. അപ്പൊ എനിക്ക് 2e ഡോ ഇ ബൈ ഡോ ടി എന്ന് എഴുതാൻ പറ്റും. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് ആണ്. ഇതുപോലെ തന്നെ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് എഴുതാൻ പറ്റും. ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി ഈക്വൽ ടു 2h ഡോ എച്ച് ബൈ ഡോ ടി എന്ന് എഴുതാൻ പറ്റും. ഓർ ഇതിന്ന് എനിക്ക് ഇവിടെ എനിക്കൊരു ഇ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി ഉണ്ട്. അതിനെ എനിക്കൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഇ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി എന്നുള്ളത് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 1/2 ഇൻറ്റു ഡോ ഇ സ്ക്വയർ ബൈ ഡോ ടി ആണ്. അതുപോലെ ഇവിടുത്തെ എച്ച് ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി എന്നുള്ളത് എന്താണ്? 1/2 ഇൻറ്റു ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി ആണ്. ഓക്കെ, ഇത് രണ്ടും എനിക്ക് എവിടെ കൊണ്ട് കൊടുക്കാം? ഈ ഫിഫ്ത് ഇക്വേഷൻ കൊണ്ട് കൊടുത്തൂടെ? അപ്പം മൈനസ് മ്യൂ പുറത്തെടുത്തു, അതുപോലെ വരും മൈനസ് മ്യൂ. ബാക്കി എച്ച് ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടിക്ക് വരെ എന്ത് കൊടുക്കാം? 1/2 ഇൻറ്റു ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി, 1/2 ഇൻറ്റു ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി എന്ന് കൊടുക്കാം. മൈനസ് ആ ടേം അതുപോലെ തന്നെ ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് which is equal to E dot JC plus epsilon constant ആണ്, വ്യത്യാസമൊന്നുമില്ല. ഈ ഡോ ഇ ബൈ ഡോ ടിക്ക് പോലെ എനിക്ക് എന്തുകൊണ്ട് കൊടുക്കാം? 1/2 ഡോ ഇ സ്ക്വയർ ബൈ ഡോ ടി, 1/2 ഡോ ഇ സ്ക്വയർ ബൈ. ഓക്കെ, നമ്മുടെ ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ ഈ ടേം മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിർത്തിയിട്ട് ബാക്കിയെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പൊ എനിക്ക് എന്ത് വരും? മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈക്വൽ ടു ഫസ്റ്റ് ടേം അതുപോലെ തന്നെ ഇ ഡോട്ട് ജെ സി പ്ലസ് എപ്സിലോൺ ബൈ 2 ഡോ ഇ സ്ക്വയർ ബൈ ഡോ ടി. ഈ ടേം മ്യൂവിന്റെ ടേം പ്ലസ് മ്യൂ ബൈ 2 ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നു. മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈക്വൽ ടു ഇ ഡോട്ട്, നമുക്കറിയാം ജെ സി എന്ന് പറഞ്ഞ കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ഇ ആണെന്നറിയാം. അതുകൊണ്ട് കൊടുക്കാമല്ലോ. ജെ സി എന്ന് പറയുന്നത് സിഗ്മ ഇ ആണ്. അപ്പൊ ഇ ഡോട്ട് ജെ സിക്ക് പകരം സിഗ്മ ഇ കൊണ്ട് കൊടുക്കുന്നു. പ്ലസ് ഇവിടെ ഡോ ബൈ ഡോ ടി പുറത്തെടുക്കുന്നു. രണ്ടിടത്തും ഡോ ബൈ ഡോ ടി ഉണ്ടല്ലോ. ബാക്കി ഇവിടെ എന്ത് വരും? എപ്സിലോൺ ഇ സ്ക്വയർ ബൈ 2 വരും. ഇവിടെ എന്ത് വരും? മ്യൂ എച്ച് സ്ക്വയർ ബൈ ഡോ ബൈ ഡോ ടി പുറത്തെടുത്താല് മ്യൂ എച്ച് സ്ക്വയർ ബൈ 2 വരും. രണ്ടിനും 2 കോമൺ ആണ് ഡിനോമിനേറ്റർ. സോ ഐ ആം ടേക്കിംഗ് ദാറ്റ് ഇക്വേഷൻ നമ്പർ, നേരത്തെ 5 ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, 5 ആയിരുന്നു. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന് പേര് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 6 ഞാൻ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഈക്വൽ ടു ഇവിടെ ഇ ഇൻറ്റു ഇ സ്ക്വയർ ആണ്, സിഗ്മ ഇ സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് മ്യൂ എച്ച് സ്ക്വയർ ബൈ 2. ഇക്വേഷൻ നമ്പർ 7. ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 7 എന്ത് ചെയ്യുന്നു? വോളിയം ഒരു വോളിയത്തിന്റെ അണ്ടറിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. വോളിയം ഇന്റഗ്രൽ എടുക്കുന്നു രണ്ട് സൈഡിലും. ഓക്കെ, രണ്ട് സൈഡിൽ ഞാൻ വോളിയം ഇന്റഗ്രൽ എടുക്കുന്നത് വെച്ചാൽ വോളിയം ഇന്റഗ്രൽ ഓഫ് മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഡി വി. വോളിയം ഇന്റഗ്രൽ അല്ലേ? വോളിയം ഇന്റഗ്രൽ ഓഫ് സിഗ്മ ഇ സ്ക്വയർ ഡി വി പ്ലസ് വോളിയം ഇന്റഗ്രൽ ഓഫ് ഡോ ബൈ ഡോ ടി
into epsilon E square plus mu H square by 2 dV. Okay. ഇനി ഞാൻ ഈ സൈഡില് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ ഇത് തിയറം ഡൈവേർജൻസ് തിയറം എനിക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം ഇന്റഗ്രലിനെയും സർഫസ് ഇന്റഗ്രലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഡൈവേർജൻസ് തിയറം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പം ബൈ യൂസിങ് ഡൈവേർജൻസ് തിയറം എന്താ വരിക, ഇവിടെ വോളിയം ഇന്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഡി വി എന്ന് പറയുന്നത് സർഫസ് ഇന്റഗ്രൽ ഓഫ് എന്താണ് ഇ ക്രോസ് എച്ച് ഡി എസ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ടേമിന് പകരം സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ച് ഡി എസ് കൊടുത്താൽ പോരെ. സോ മൈനസ് ഉണ്ട് ഓൾറെഡി ഇവിടെ മൈനസ്, അതുപോലെ മൈനസ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ച് ഡി എസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഓഫ് സിഗ്മ ഇ സ്ക്വയർ ഡി വി പ്ലസ് വോളിയം ഇന്റഗ്രൽ ഓഫ് ഡോ ബൈ ഡോ ടി എനിക്ക് പുറത്തെടുക്കാം, ഡോ ബൈ ഡോ ടി ഓഫ് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് mu s square by 2 d. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ എനിക്ക് മൈനസ് ഉള്ളത് അടുത്ത സൈഡിൽ കൊണ്ടുപോവാം, മൈനസ് ഉള്ള അടുത്ത സൈഡിൽ കൊണ്ടുപോവാം. ഓക്കെ, അപ്പോ ഇവിടെ മൈനസ് ഇല്ല, പകരം മൈനസ് എവിടെ വരും, ഇവിടെ ഒരു മൈനസ് വരും, ഇവിടെ ഒരു മൈനസ് വരും. ഈ പ്ലസ് മാറ്റിയിട്ട് ഇവിടെ ഒരു മൈനസ് ഡോ ബൈ ഡോ ടി ആയിരിക്കും വരിക. എന്റെ ഇക്വേഷൻ എങ്ങനെ വരും, ദാറ്റ് ഈസ് എ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ച് ഡി എസ് ഈക്വൽ ടു മൈനസ് വോളിയം ഇന്റഗ്രൽ ഓഫ് സിഗ്മ ഇ സ്ക്വയർ ഡി വി മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് എന്താണ് വോളിയം ഇന്റഗ്രൽ ഓഫ് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് mu h square by 2 the whole into dv. ഇത് ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇതാണ് എന്റെ പോയിന്റിംഗ് തിയറത്തിന്റെ പ്രൂഫിന്റെ ഫൈനൽ സ്റ്റെപ്പ്. ഇതിലെ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ച് ഡി എസ് എന്നുള്ളത് ടോട്ടൽ പവർ ലീവിംഗ് ഔട്ട് ഓഫ് എ സർഫസ് ആണ്. ഒരു സർഫസിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ടോട്ടൽ പവർ ആണ്. ഇവിടെ സിഗ്മ ഇ സ്ക്വയർ വോളിയം ഇന്റഗ്രൽ ഓഫ് സിഗ്മ ഇ സ്ക്വയർ ഡി വി എന്നുള്ളത് ദാറ്റ് ഇസ് എ ഓമിക് പവർ ലോസ് ആണ്, ഓമിക് പവർ ലോസ്. അടുത്ത ടേം, ഈ തേർഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് എപ്സിലോൺ ഇ സ്ക്വയർ ബൈ 2 പ്ലസ് മ്യൂ എച്ച് സ്ക്വയർ ബൈ 2 ആണ്. ഇതെന്ന് പറയുന്ന റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് എനർജി ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഫസ്റ്റ് ടേം ഇത് റേറ്റ് ഓഫ് ഡിക്രീസ് കാണിക്കാൻ ഡോ ബൈ ഡോ ടി, എനർജി ഇലക്ട്രിക് ഫീൽഡിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഇ സ്ക്വയർ ബൈ 2 ആണ്, മാഗ്നറ്റിക് ഫീൽഡിലെ എനർജി എന്ന് പറയുന്നത് മ്യൂ എച്ച് സ്ക്വയർ ബൈ 2 ആണ്. അവിടുത്തെ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് എനർജി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ ഇതാണ് പോയിന്റിംഗ് തിയറത്തിന്റെ പ്രൂഫ്. Okay.